ഹലോ അനീഷേ. ഹലോ. ഉം. നീ ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ. എന്നാ മോശമായി പോയാ? മോശമല്ലടാ. ഏ, അല്ല, ഞാൻ ഇത്രയും വിചാരിച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ടിനാ? പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അനുവിനെ കൊണ്ട് ഇത് നല്ലത് മതി മതി എന്ന് പറയിക്കുന്നു. അതാ ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചിട്ടില്ല നീ ഇങ്ങനെ. ആ ഉം. ഞാനും പഠിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടാ. ഉം. ഉം. ഞാൻ പക്ഷെങ്കില് അനുവിന്റെ ഞാനും ഉം. വിചാരിച്ച പോലെയല്ല. അനു എന്തല്ല നേരത്തെ ചെയ്തേ. ഞാൻ ഉം. അനു ഇന്ന് ഭയങ്കര ഇളക്കം പിടിച്ച പോലെയല്ലേന്നു. ഞാൻ പറഞ്ഞു തന്നിട്ടൊന്നുമില്ലല്ലോ നീയും ചെയ്തത്. ഇല്ല, ഇനി പറഞ്ഞു തരേണ്ടിയൊന്നും വരൂല. സ്വന്തം പഠിച്ചല്ലേ. ഹലോ. പിന്നെ സ്വന്തം പഠിക്കണ്ട, അനുവിനെ കാണുമ്പോ തന്നെ എന്തെല്ലോ ചെയ്യണമെന്നെല്ലാം തോന്നും. അമ്മാതിരി അങ്ങനെ തോന്നിയ ഡ്രസ് കണ്ടിട്ടാണോ? ഡ്രസ്സും എല്ലാം. പിന്നെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. ഡ്രസ്സെല്ലാം ആദ്യമല്ലേ ഉള്ളൂ. പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിന് പറഞ്ഞു തന്ന പോലെ എല്ലാം ഓർമ്മിച്ചിട്ട് ഗിയറെല്ലാം 2 ഭാഗം വരഞ്ഞിട്ട് അങ്ങ് ഇട്ട് തന്നിട്ടില്ലേ. ഗിയർ ഇടുന്നതെല്ലാം മാറിപ്പോകുന്നു. മാറൊന്നുമില്ല. അന്ന് മാറിയിട്ട് അതിന് വേണ്ടാന്നും പറഞ്ഞിട്ടില്ലോ. മാറിയാലും ആർത്തന നിന്നോട്ടെന്നല്ലേ പറഞ്ഞിന്. നിന്റെ കൈ കൊണ്ടുള്ള പ്രകടനവും സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടിനല്ലോ എല്ലാം. നീ ഇങ്ങനെ തന്നെ മതി കേട്ടാ. അത്രക്ക് ഇഷ്ടായിന്. പിന്നെ തണുപ്പും. പിന്നെ ഇത് അതിനു ഒരു വിധത്തിൽ തന്നെ വിടുന്നില്ലല്ലോ. വിടുവാ മാതിരിയല്ലേ. അല്ല, നമുക്ക് എവിടെയെങ്കിലും ടൂർ പോയാലോ? 2 ദിവസത്തേക്ക്. 2 ദിവസത്തേക്കാ? ഊട്ടി. ഭയങ്കര നല്ല, എന്താ പറയണ്ട, നല്ല കാലാവസ്ഥ. അങ്ങോട്ടും വരൂലേ? എന്തെങ്കിലും പറഞ്ഞാൽ മതി അമ്മയോട്. അങ്ങനെ പറ്റൂല. വീട്ടിൽ നിന്ന് ഞാൻ ഇതുവരെ അങ്ങനെ 2-3 ദിവസം വിട്ടു നിന്നിട്ടൊന്നുമില്ല. അനീഷിന്റെ ഇതെല്ലാം കണ്ടിട്ട് പിന്നെ എനിക്ക് ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട് അനീഷിനെയും കൂട്ടി പോകാൻ തോന്നുന്നു. ഒരേ വണ്ടി ഓടിക്കലെന്നെയാണല്ലേ. വണ്ടി ഓടിച്ചിട്ടായിരിക്കും മതിയായിട്ടുണ്ടാ ഇതുവരെ? ഇല്ല 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 ഇല്ല. അതെനക്കറിയില്ല. അറിയായിട്ടല്ലേ. നമുക്ക് പോയാലോ? ഞാൻ കാര്യമായിട്ടിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാല് നടക്കൂല. അതിനും പെട്ടെന്ന് വേണ്ട, ഞാൻ ആലോചിക്ക്. ഞാൻ നോക്കട്ടെ. നീ എന്തായാലും വരൂ, അതെനക്കറിയാം. ഇല്ല, ഞാൻ ഉറപ്പില്ല കേട്ടോ. ഉറപ്പിക്കേ. അതിലടക്ക അനുവന്തിനെ ഇന്നെല്ലാം മുട്ടുകുത്തിട്ടല്ലേ ഇരുന്നേ. ഞാന് ഒന്നുമില്ല. അതെനക്ക് അങ്ങനെ തോന്നി. എന്റെ മേലെല്ലാം കേറി ഇരുന്ന് എന്റെ എല്ലാ കൺട്രോളും ഇന്നലെ പോയി കേട്ടാ. അപ്പോഴത്തെ ആവേശത്തിൽ എന്നാ ചെയ്യുന്നത് മനസ്സിലാവില്ലല്ലോ. അതന്നെയാന്ന്. പിന്നീട് വന്നിട്ട് ഇങ്ങനെ കടന്നിട്ടാ ഇതെല്ലാം ആലോചിക്കും. അന്നേരാണ് ചെറിയൊരു നാണെല്ലാം വരുവോ. അങ്ങനെയെല്ലാം ചെയ്യുമ്പം വേറെ അനുവിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല.
അല്ല, ഞാനും അനീഷിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആരുവോ ഉം. ഈ ഇടക്ക് പാല് വരുമ്പോ എല്ലാം തോന്നുന്നുണ്ട് കേട്ടോ, കുടിക്കുമ്പോ. പാലുണ്ട്, ഇതെങ്ങനെ വരുവാ? പിന്നെ എങ്ങനെയാ പാല് വരുമ്പോ പോലെ തോന്നുന്നു? എനക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി എപ്പോ ഇതുപോലെ വരുവാ? ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോരെ. ക്ഷീണം പിടിച്ചാ? ക്ഷീണം പിടിച്ചിട്ടൊന്നുമില്ല, ദിവസമാകുമ്പോ ഇൻട്രസ്റ്റ് ഇല്ല. അല്ല, വീട്ടില് വരാൻ നേരം പോവുകയും ചെയ്യും. അതൊന്നും സാരമില്ല, അതെന്തെങ്കിലും പറഞ്ഞാ പോരെ. ദിവസം എന്തെങ്കിലും പറയുമ്പോ അമ്മ വിചാരിക്കൂലേ ഇത് എവിടെയാളി പോന്നു? അമ്മയോട് പറഞ്ഞു. അമ്മയോട് പറയണ എന്തെന്ന്? ഞാൻ വെറുതെ പറഞ്ഞത്. എന്തായാലും അങ്ങനെ മടുപ്പൊന്നുമില്ല ഇപ്പൊ എനക്ക്. സമയമില്ലാതെ പ്രശ്നമുള്ളൂ. അല്ല, അനീഷിനെ അങ്ങനെ ആക്കി എടുക്കുന്നതാണല്ലോ ഞാൻ അനീഷോട് പറഞ്ഞത്. ഇപ്പൊ ഏതാണ്ട് അങ്ങനെ തന്നെ ആയി. ദിവസം വന്നാല് അനുവിന് മടുപ്പൊന്നും ഉണ്ടാവില്ല? എനിക്ക് മടുപ്പൊന്നുമില്ല, ദിവസം വന്നാല് പ്രശ്നമായി. അല്ല, നമ്മള് ഏടിങ്ങും പോയാലേ അനീഷ് എല്ലാ സമയവും എന്റെ ഒന്നിച്ചുണ്ടാവൂലേ. എന്നിട്ട് നമുക്ക് തോന്നുമ്പല്ലോ ഓടിക്കാലോ. തോന്നുമ്പോ എല്ലാം വണ്ടി ഓടിക്കാനാ? ഏതോ അനുഭവപ്പരുണ്ടാകുമ്പോ അനക്കിനി ഇങ്ങനെ തോന്നിക്കോട് നിൽക്കുകയോ ചെയ്യുക. നല്ലതല്ലേ? എന്ത് നല്ലത്? ആ സമയത്തില്ലേ നേരം ഞാൻ പറഞ്ഞില്ലേ, അനുവിനെ പകല് കാണുമ്പോഴെന്നല്ല ഒരു പ്രത്യേക സ്റ്റൈലാ അന്നേരം. എന്നിട്ട് അങ്ങനെയാകുന്നു. അങ്ങനെയാണ്, നമുക്ക് ആവേശം വരുമ്പോ അങ്ങനെ ഉണ്ടാവും. നല്ലൊരു ഭയങ്കര ആവേശം തന്നെ കേട്ടോ അത്. അല്ല, അനീഷ് രാവിലെ ഡ്രൈവിങ്ങിന് വരുന്ന പോലെ ഇല്ലല്ലോ ഞാൻ അന്ന് രാത്രി കാണുമ്പോ. അല്ല, അനീഷിന്റെ കണ്ണിലെല്ലാം ചെറിയൊരു മാറ്റം ഇങ്ങനെ വരും. നോട്ടത്തിലും എല്ലാം ഞാൻ ശ്രദ്ധിക്കലുണ്ട്. ഞാൻ വിചാരിക്കും ഞാൻ എപ്പോ കടിച്ച് തിന്നു പോവാന്ന്. തിന്നത് ബാക്കി വന്നേ. തിന്നണ്ട, കുടിച്ചാ മതിയല്ലേ വലിച്ച് കടിച്ചിട്ട്. ഒരു ഭയങ്കര ടേസ്റ്റാ കേട്ടോ. ഞാൻ വിചാരിച്ച പോലൊന്നുമില്ല എല്ലാം. ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല മൊത്തം. നീ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല, ഇങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. ഇഷ്ടപ്പെടാണ്ടല്ലോ. അല്ല, ഇപ്പൊ നല്ലോണം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ദിവസമാണ് ഞാൻ ആദ്യം ചെറിയൊരു പേടി വല്ലതും തോന്നി. ഇപ്പം അതൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിചാരിക്കും എപ്പോ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞ പോലെ ഫുൾ സമയം ഇങ്ങനെ വണ്ടി ഓടിക്കുമെന്ന് വിചാരിക്കും. അല്ല, ഞാൻ പറഞ്ഞ എന്റെ വീട്ടില്
എല്ലാ ദിവസവും ഉം. എന്നാ ചുമക്കുന്ന ഈ കാലാവസ്ഥ തന്നെയാ തണുപ്പ്. നേരത്തെ ഒന്നും ഇല്ലല്ലേന്നു. രാത്രി ആരും വന്നയാ? രാത്രി തന്നെ കാറ്റടിച്ചിട്ടേ. എന്നാ അനുവിന് ഉം. ഇത് വേഗം ഇത് മതിയാ, കൊറേ സമയം എടുത്തിട്ടല്ലേ മതിയാകുന്നല്ലേ? അല്ല പെണ്ണുങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ. ഉം. അതൊന്നും അനീഷിന് അറിയില്ലല്ലോ അല്ലേ. ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലേ? ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെ തന്നെയാ. എന്നിട്ടൊരു പടപ്പും ഒരു സൗണ്ടും എന്തെല്ലോ ആണ് വരുന്നു. പിന്നെ പെണ്ണുങ്ങൾ ആസ്വദിച്ചിട്ടേച്ചി. അന്നേരമാണ് എനക്ക് ഞാൻ പേടിച്ചു പോകുന്നത്. ഞാൻ വെച്ചിപ്പോ എന്നാ എന്തെങ്കിലും ചെയ്താളിയുന്നു. ആണുങ്ങൾക്ക് കാണുമല്ലോ വീട്. അങ്ങനെ അങ്ങനെയൊന്നുമില്ലേ? അമ്മോ, അനുവിനങ്ങനെ കണ്ടിന് തോന്നിയ. എന്നാലും ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞ പോലെ അനുവിനും മതിയാകുന്നവരായിട്ടില്ലേ? പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ച പോലെയല്ല. ഇന്നും അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതില് സൂപ്പറാ. സൂപ്പറാക്കും ഞാൻ. ഇനി എന്ത് പ്രയോഗമല്ല ഉള്ളത്? ഇനി എന്ത് പ്രയോഗാന്നുള്ളത്? അത് അങ്ങനൊന്നും പറയില്ല, വന്നിട്ടാകുമ്പോ കാണാം. സസ്പെൻസ്. അനീഷിന്റെ കൈപ്രയോഗം നല്ല എന്ന് പറയണ്ടേ. അതല്ല, ഞാൻ പിന്നെ അറിയില്ല, അതല്ല അങ്ങനെ തന്നെ അങ്ങ് ആയിപ്പോയതാ പിന്നെ തനി. നീ ആലോചിച്ചു നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? അത് ഞാൻ നാളെയോ രാവിലെ പഠിക്കാൻ വന്നിട്ട് മുറ, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കട്ടെ അമ്മയോട് എങ്ങനെ പോകാൻ പറ്റുമെന്ന്. അമ്മയോട് പറഞ്ഞ് ഏതെങ്കിലും ഫ്രണ്ടിന്റെ കല്യാണത്തിനായിട്ട് പോണേന്ന് പറഞ്ഞാൽ മതി. എന്നാൽ 2-3 ദിവസം നോക്കൂലല്ലോ. 2 ദിവസം തലേന്ന് 2 ദിവസം ഉണ്ടാവില്ലേ കല്യാണം? കുറച്ച് ദൂരെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് കള്ളത്തരം പറഞ്ഞ് കൊണ്ടുപോകൂല്ലേ? അങ്ങനെയല്ല എനിക്ക് വീഴുന്നേരം. എന്നാ രാവിലെ കാണാം. രാവിലെ കാണാം. അനീഷിന്റെ ഇപ്പം എന്ന് പറയണ്ട സംസാരം എല്ലാം മാറിയാ? നീ ഇങ്ങനെ സംസാരിച്ചാ മതി. എന്നാല് രാവിലെ കാണാം. ശരി.